Hi, hello everybody. Uh, Today we are going to discuss about the basics of health market economy related to hospital management, BWOP, and we are covering unit 1 of the subject. Okay. അപ്പോൾ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷനും ആൻസർ വന്നിട്ട് റീസണും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. So question number 1 is health education market mainly determines 4 option under number of healthcare professionals trained, hospital infrastructure, drug manufacturing, insurance premium levels. Okay, അതിനകത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ബേസിക്കലി പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. ലൈക്ക് മെഡിക്കൽ കോളേജസ്, നഴ്സിംഗ് കോളേജസ്, പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് കോളേജസ്, ഫാർമസി കോളേജസ്, ഇതെല്ലാം ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കോളേജസും അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പം അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്ന് എത്ര ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പഠിക്കുന്നു, ഇറങ്ങുന്നു, ജോലി കയറുന്നു, അതാണ് അവിടെ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ എ ആണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് മാർക്കറ്റ് ഡിറ്റർമൈൻ സാലറീസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്സ്, ഇവിടെ എല്ലാം സാലറീസ് തീരുമാനിക്കുന്നത് അവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റാണ്. HR ഡിപ്പാർട്ട്മെൻറ്റാണ് മാൻ പവർ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ബി ആണ്, മാൻ പവർ മാർക്കറ്റ്. മൂന്നാമത്തെ പ്രൈസ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ആർ ഡിറ്റർമൈൻഡ് ഇൻ. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് കിടക്കുമ്പോൾ എത്ര പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റലായാലും ക്ലിനിക്കായാലും ഹെൽത്ത് സെൻ്റർ ആയാലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും അത് ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ 4 ഡ്രഗ് പ്രൈസസ് ആർ ഡിറ്റർമൈൻ മെയിൻലി ഇൻ. ഇപ്പോൾ ഡ്രഗ്സ് നാച്ചുറലി നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ കമ്പനീസ് അവരുടേതായ ഒരു ബേസിക് പ്രൈസ് ഉണ്ടാവും, ഫാക്ടറി പ്രൈസ് എന്ന് പറയും. പക്ഷേ ഈ കമ്പനീസ് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ത്രൂ സ്റ്റോക്കിസ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ്, ഫാർമസീസ് വഴിയാണ് നമ്മുടെ കയ്യിലെത്തുന്നത്, പേഷ്യൻസിൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിൽ ഇവരെല്ലാവരും ഉണ്ടാവും. ഫാക്ടറി ഉണ്ടാവും, ഈ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, റീറ്റെയിലേഴ്സ് ഉണ്ടാവും, ഫാർമസീസ് ഉണ്ടാവും, ആൻഡ് അഡ്വർടൈസിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൈസസ് എല്ലാം ഈ മാർക്കറ്റിലുള്ള പ്ലെയേഴ്സ് എല്ലാം ചേർന്നിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ്. ഹെൽത്ത് കെയർ മാർക്കറ്റ്സ് ആർ കോംപ്ലക്സ് ബിക്കോസ്. എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ മാർക്കറ്റ് കോംപ്ലക്സ് ആയിട്ടിരിക്കുന്നത്? എൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുന്ന പോലെയല്ല ഹെൽത്ത് കെയർ മാർക്കറ്റ്. ഒരു പേഷ്യൻ്റെ ഡോക്ടർ പോകും, പേഷ്യൻ്റ് മിക്കവാറും അസുഖത്തിനെ പറ്റിയും മരുന്നിനെ പറ്റിയും ഒരു നോളജ് ഇല്ല, പക്ഷേ ഡോക്ടറിന് അതിനെപ്പറ്റി ഒരു സ്പെഷ്യലൈസ് നോളജ് ഇല്ല. അപ്പം ഒരു നോളജ് ഗ്യാപ്പ് അവിടെ ഉണ്ട്. പിന്നെ പേഷ്യൻ്റ് എക്കണോമിക് ഫാക്ടർ, ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡോക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി, ഹോസ്പിറ്റൽ ടൈപ്പ്, ഗവൺമെൻറ്, പ്രൈവറ്റ്, ചെറിയ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ, അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. നമുക്ക് നേരിട്ട് പോയി ഒരു കടയിൽ സാധനം വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഇന്റർ ഡിപെൻഡൻറ്റ് സെക്ടേഴ്സ് ഇൻവോൾവ്. അതുകൊണ്ടാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. ഓക്കെ. വിച്ച് സെക്ടർ ട്രെയിൻസ് ഡോക്ടേഴ്സ്? ഡോക്ടേഴ്സിനെ നഴ്സിനെയും പഠിപ്പിക്കുന്ന ആരാണ്? നാച്ചുറൽ എഡ്യൂക്കേഷൻ സെക്ടറാണ്, വേറെ ഡൗട്ടൊന്നുമില്ല. മാൻ പവർ മാർക്കറ്റ് ഡീൽസ് വിത്ത്. മാൻ പവർ വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മാൻ പവർ എന്ന് പറയുന്നത്. അത് നാച്ചുറലി അവരുടെ ജോലി സമയം, അവരുടെ ശമ്പളം, അവരുടെ ബെനിഫിറ്റ്സ് എല്ലാം തീരുമാനിക്കുന്നത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അവരുടെ വേജസ് മീൻസ് ശമ്പളം എല്ലാം തീരുമാനിക്കുന്നവരാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽത്ത് കെയർ മാർക്കറ്റ് ഇൻക്ലൂഡ്സ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹോസ്പിറ്റലും ക്ലിനിക്സും ഹെൽത്ത് സെൻറ്റേഴ്സും പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എല്ലാം വരുന്നത് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം ആണ്. അതിനാണ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. അതിൻ്റെ ആൻസർ എ ആണ്. ഓക്കെ. വിച്ച് ഇസ് എ മേജർ സ്റ്റേക്ക് ഹോൾഡർ ഇൻ ഹെൽത്ത് കെയർ മാർക്കറ്റ്? ഹെൽത്ത് കെയർ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പ്ലെയർ ആരാണ്? ഹോസ്പിറ്റലുണ്ട്, ഇൻഷുറൻസ് കമ്പനിയുണ്ട്, ഫാർമസി, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആൻസർ ഡി ആണ്. ഹെൽത്ത് കെയർ ഡിഫേഴ്സ് ഫ്രം അതർ മാർക്കറ്റ് മെയിൻലി ഡ്യൂ ടു. മറ്റ് മാർക്കറ്റും ഹെൽത്ത് കെയർ മാർക്കറ്റിലെ വ്യത്യാസം എന്താണ്?
നമ്മൾ മറ്റു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറിൻ്റെ സർവീസ് എടുക്കുന്നത്, മരുന്ന് വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് ഒരു പേഷ്യൻറ്റിന് അവരുടെ അസുഖത്തിനെ പറ്റിയോ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയോ ഒരു ധാരണയില്ലാതെ വെറും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ പോകുന്നത്. ഓക്കെ, ധാരണ ഉണ്ടെങ്കിലും മിക്കവാറും അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വഴിയായിരിക്കും ഒരു നോളജ് ഉണ്ടാകുന്നത്. പക്ഷേ ഡോക്ടർ അവർ തമ്മിൽ നോളജ് ഡിഫറൻസും നോളജ് ഗ്യാപ്പും ഒരുപാട് അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാകും. അപ്പം ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ഒരു പേഷ്യൻ്റ് ഡോക്ടർക്ക് പോകുന്നത്. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിന് കൂടുതൽ ഡോക്ടേഴ്സ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി ഉണ്ട് ഒരു പേഷ്യൻ്റെ സൈഡിൽ നിന്ന്, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന്. അതിൻ്റെ ആൻസർ എ. ഇൻഫർമേഷൻ സിമെട്രി മീൻസ് എല്ലാവർക്കും ഒരേപോലെയുള്ള നോളജാണ്. അത് നമ്മൾ ഹെൽത്ത് കെയറിൽ പറ്റില്ല. പക്ഷേ വേറെ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയി മൊബൈൽ വാങ്ങിക്കുമ്പം മിക്കവാറും നമുക്ക് മൊബൈലിനെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നോളജ് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും, നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഷോപ്പിലുള്ള ഓണറിനും അതേ നോളജ് ഉണ്ടാവും. ഇപ്പോൾ രണ്ടുപേർക്ക് ഏകദേശം ഒരേപോലത്തെ നോളജാണ്. അതിനാണ് ഇൻഫർമേഷൻ സിമെട്രി എന്ന് പറയുന്നത്. വാങ്ങിക്കുന്നതിനും കൊടുക്കുന്നതിനും ഏകദേശം ധാരണയുണ്ട്, എന്താണ് അവിടെ കച്ചവടം നടക്കുന്നത്, അതിൻ്റെ പ്ലസ് മൈനസും എല്ലാവർക്കും ധാരണയുണ്ട്. അതുകൊണ്ട് ഇൻഫർമേഷൻ സിമെട്രിയാണ്. ഇതിൻ്റെ ആൻസർ എ ആണ്. പേഷ്യൻ്റ് റിലേ ഓൺ ഡോക്ടേഴ്സ് മെയിൻലി ഡ്യൂ ടു, അപ്പം നേരെ തിരിച്ചാണ് ഹെൽത്ത് സെക്ടർ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇൻഫർമേഷൻ എസിമെട്രിയാണ്. കാരണം ഡോക്ടർ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള ആളും പേഷ്യൻ്റ് വലിയ നോളജ് ഇല്ലാത്ത ആളായതുകൊണ്ട് ഇൻഫർമേഷൻ എസിമെട്രിയാണ്. അപ്പോൾ ഡോക്ടർ പേഷ്യൻ്റ് ആകുമ്പോൾ കൂടുതൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പോകുന്നത്. ഓക്കെ, ആൻസർ എ ആണ്. ലൈസൻസിങ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഇൻഷുറൻസ്. എന്തിനാണ് ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്സ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അവർക്ക് ലൈസൻസ് വേണ്ടത്? കാരണം ഇവർക്കൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ളതുകൊണ്ടും ഇവർക്ക് പോകുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ടും ഇവരെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അവരുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേഷൻ നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ അത് കൈവിട്ട് പോകുന്ന ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് ക്വാളിറ്റി ഇൻഷുർ ചെയ്യാനും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് എല്ലാം ഫോളോ ചെയ്യാനും എല്ലാം എൻഷുർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പ്രൊഫഷണൽസിന് ഒരു ലൈസൻസ് ഉണ്ടാവുന്നത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്, പ്രൊഫഷണൽ കോമ്പറ്റൻസ്. എക്സ്റ്റേണലിറ്റീസ് ഇൻ ഹെൽത്ത് കെയർ റിഫേഴ്സ് ടു. ഇതിൽ എക്സ്റ്റേണലി മീൻസ് നമുക്ക് ഒരു ആരോഗ്യ മേഖലയിൽ ഒരാൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക്, ചുറ്റുമുള്ള ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാണ് എക്സ്റ്റേണലിറ്റീസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിന് മുഖാന്തരം അതിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് ഒരു എഡ്യൂക്കേഷൻ കിട്ടും, ആ നോളജ് പകരും. അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ വാക്സിനേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അസുഖം ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാർക്ക് അസുഖം സ്പ്രെഡ് ആവത്തില്ല. ഇതാണ് എക്സ്റ്റേണലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരാൾക്ക് എടുക്കുന്ന തീരുമാനം മറ്റവരെ അത് ബാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? എ ആണ്. ഓക്കെ, മാർക്കറ്റ് ഫെയിലിയർ ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് മാർക്കറ്റ് ഫെയിൽ ആവുന്നത്? മാർക്കറ്റിൽ നമുക്ക് വേണ്ട സാധനം വാങ്ങുന്ന കൊടുക്കുന്ന സാധനം എല്ലാം കറക്റ്റായിട്ട് അവൈലബിൾ ആയിരിക്കണം, ഡിമാൻഡ് കറക്റ്റ് ആയിരിക്കണം, സപ്ലൈ കറക്റ്റ് ആയിരിക്കണം, എല്ലാം ഉണ്ടായിരിക്കണം, തമ്മിൽ മത്സരം ഉണ്ടായിരിക്കണം. അത് പ്രൈസിനത് എഫക്റ്റ് ചെയ്യും, പ്രൈസ് ഫ്ലക്ച്വേഷൻ വരാൻ പാടില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് ഓടുള്ളൂ. അപ്പം വേണ്ടുന്ന സാധനം റിസോഴ്സസ് പ്രോപ്പർലി നമ്മൾ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് തകർന്നു. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? എ ആണ്. ഓക്കെ, ഗവൺമെൻറ് റെഗുലേഷൻ ഹെൽത്ത് കെയർ എയിംസ് ടു. എന്തിനാണ് ഗവൺമെൻറ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ലൈസൻസ് കൊടുക്കുന്നതും രജിസ്ട്രേഷൻ കൊടുക്കുന്നതും എല്ലാം എന്തിനാണെന്ന് വെച്ചാൽ ബേസിക്കലി ഇത് പേഷ്യൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ലൈഫിൽ റിസ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം പേഷ്യൻ്റെ ലൈഫിൻ്റെ റിസ്ക്കുമായിട്ട് ബന്ധമുള്ള കാര്യമായതുകൊണ്ട് പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും ക്വാളിറ്റി കെയർ കൊടുക്കാനും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാനും ഗവൺമെൻറ് ഒരു മേൽനോട്ടമുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് റെഗുലേഷൻ വേണ്ടുന്നത്. അപ്പോൾ അതിന് ബേസിക്കലി ആൻസർ പേഷ്യൻറ്റ് സേഫ്റ്റിയാണ്. സോ ആൻസർ ഈസ് എ. ക്വസ്റ്റ്യൻ 17, ഡ്രഗ് അപ്രൂവൽ പ്രോസസ്. എന്തിനാണ് ഡ്രഗ് അപ്രൂവൽ വേണ്ടത്? ഒരു മാർക്കറ്റിൽ ഒരു മരുന്ന് ഇറങ്ങണമെങ്കിൽ അതിനാണ് ഒരുപാട് പ്രോസസ്സ് വഴി കടന്നിട്ടാണ് അത് മാർക്കറ്റിൽ വരേണ്ടത്. അല്ലെങ്കിൽ ഈ മരുന്നിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, സൈഡ് എഫക്ട്സ് ഉണ്ടാകും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, ടോക്സിറ്റി ഉണ്ടാകും. അപ്പം പേഷ്യൻറ്റിന് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അസുഖം മാറുന്നതിനുപരി പേഷ്യൻ്റ് ആ മരുന്ന് സേഫ് ആയിരിക്കണം. അപ്പോൾ രണ്ട് കാര്യമുണ്ട്, സേഫ്റ്റി ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ സേഫ്റ്റി ആൻഡ് എഫക്റ്റീവ്നെസ് എ ആണ്.
Question 18. Professional associations. ഇപ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, അങ്ങനെ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാർക്കും അവരുടേതായ അസോസിയേഷൻസ് ഉണ്ടാവും. ഒരു അസോസിയേഷൻ കൗൺസിലിംഗ് വ്യത്യാസമാണ്. കൗൺസിൽ ഇവരുടെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അസോസിയേഷൻ മീൻസ് ഇവരുടെ ഇടയിലുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ബെസ്റ്റ് പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും എത്തിക്കൽ കാര്യങ്ങൾ നോക്കാനൊക്കെ ഒരു മേൽനോട്ടമുള്ള അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കാനും എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതാണ് അസോസിയേഷൻസ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ടാവും, നഴ്സസിൻ്റെ അസോസിയേഷൻ ഉണ്ടാവും, ബാക്കി ഹെൽത്ത് കെയർ സെക്ടേഴ്സിലെ ആൾക്കാർക്ക് അവരുടേതായ അസോസിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രൊഫഷൻ നന്നായിട്ട് പ്രാക്ടീസ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ എ ആണ്. ഇൻഫർമേഷൻ ഇംബാലൻസ് ബിറ്റ്വീൻ പേഷ്യൻ്റ് ഡോക്ടേഴ്സ് കോൾഡ് ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പേഷ്യൻറ്റിന് മിക്കവാറും കാര്യങ്ങൾ അറിയത്തില്ല, ഡോക്ടർ ഒരു സ്പെഷ്യലൈസ് നോളജുള്ള ആളാണ്. ഈ രണ്ട് വ്യത്യാസത്തിനാണ് ഇൻഫർമേഷൻ എസിമെട്രി എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. പെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ അസ്യൂം. നല്ലൊരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മോണോപ്പൊളി, നോ മോണോപ്പൊളി പവർ, ഹൈ മോണോപ്പൊളി പവർ ഗവൺമെൻറ്. മോണോപ്പൊളി എന്ന് വെച്ചാൽ ഏകാധിപത്യമാണ്. ഒരാൾക്ക് മാത്രമേ മാർക്കറ്റിൽ ഫുൾ കൺട്രോൾ ഉണ്ട്, ബാക്കി ആർക്കും ഒരു അതിനകത്ത് മാർക്കറ്റിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അതിനാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇറക്കാം, എന്ത് വേണമെങ്കിലും പ്രൈസ് ചോദിക്കാം, അയാൾക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ആ മോണോപ്പൊളി ഒരിക്കലും പാടില്ല. നല്ലൊരു മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കണം, പ്രൈസസിന് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കണം, ക്വാളിറ്റിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും, പ്രോഡക്റ്റ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ കസ്റ്റമറിനാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും നല്ല പ്രൈസിൽ അവൈലബിൾ ആണ്. അത് മോണോപോളി പാടില്ല. നല്ലൊരു മാർക്കറ്റിൽ മോണോപോളി ഉണ്ടാവില്ല. സോ ആൻസർ എ ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് റെഡ്യൂസസ്. ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നതിന് എന്താ ഗുണം? ഫിനാൻഷ്യൽ റിസ്ക്കും ഇല്ല. ഇല്ലസ് ഒരാൾക്ക് ഒരു അസുഖം വന്നാലോ ഒരു വീട്ടിൽ അസുഖം വന്നാലോ അവർക്ക് ഭയങ്കര ഒരു സാമ്പത്തിക ബാധ്യത വരും. അപ്പം ഒരു ഫാമിലി വരെ തകരാൻ സാധ്യതയുണ്ട് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. അപ്പം ആ റിസ്ക് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കണമെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കുറയും. ആൻസർ എ ആണ്. ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് ഫോർ ഇൻഷുറൻസ് കവറേജ് ഈസ് കോൾഡ് പ്രീമിയം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രീമിയം എന്ന് വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ ഇൻഷുറൻസിൻ്റെ അടയ്ക്കുന്ന ഒരു എമൗണ്ടാണ് പ്രീമിയം എന്ന് പറയുന്നത്. ടാക്സ് നമുക്കറിയാം, നമ്മൾ ഇൻകം റിലേറ്റഡ് ഗവൺമെൻറ് പേ ചെയ്യുന്ന എമൗണ്ടാണ് ടാക്സ് എന്ന് പറയുന്നത്. അത് സെയിൽസ് ടാക്സ് ആണോ ഇൻകം ടാക്സ് ആണോ നമുക്കറിയാം. GST എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് ഒരാൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളമാണ് സാലറി എന്ന് പറയുന്നത്. ഫീ എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടറിനോ അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണലോ ഒരു ജോലി ചെയ്യുമ്പോൾ സർവീസ് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എ ആണ്. റിസ്ക് അവേഴ്സ് ഇൻഡിവിജ്വൽസ് പ്രിഫർ. റിസ്കിന് പേടിയുള്ളവർ, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് certainty or uncertainty, ഹൈ റിസ്ക് ഔട്ട്കം, റാൻഡം ഇൻകം, നോച്ച്. അപ്പോൾ ഇതിലവർ ആൻസർ എ ആണ്. കാരണം അവർക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ റിസ്ക് താല്പര്യമില്ല, അവർക്ക് ഒരു ഉറപ്പ് വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെർട്ടനിറ്റി വേണം, അൺസർട്ടനിറ്റി വേണ്ട. സോ ആൻസർ ഈസ് സെർട്ടനിറ്റി ഓവർ അൺസർട്ടനിറ്റി. മോറൽ ഹസാർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ് ഹെൽത്ത് കെയർ ഡ്യൂ ടു ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ ക്ലോഷർ, ഡ്രഗ് ഷോർട്ടേജ്, മെഡിക്കൽ. അപ്പോൾ ഇതിന് ആൻസർ എ ആണ്. കാരണം എന്താണ്? അപ്പം നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ അങ്ങനെ ധൈര്യമുള്ള സ്ഥിതിക്ക് നമ്മൾ ചെറിയ കാര്യത്തിന് വേണ്ടി വരെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും. കാരണം നമുക്ക് പേടിയില്ല, നമുക്ക് പൈസ കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ചെറിയ പ്രശ്നമായാലും ഉടനെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കത്തില്ല എന്നുള്ള ധൈര്യം കൊണ്ട് നമ്മൾ പോയി എടുക്കും. അതാണ് മോറൽ ഹസാർഡ്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അത് ലോസ് ആണ്. കാരണം ചെറിയ കാര്യത്തിന് അവർ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത് മോറൽ ഹസാർഡ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇൻഷുറൻസ് എടുത്താൽ എല്ലാവരും ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ യൂസ് കൂടും. എൻ്റെ ആൻസർ എ ആണ്. കോ പേയ്മെൻറ്റ്സ് എന്താണ്? ഇപ്പം ഒരു പേഷ്യൻറ്റിന് ഒരു ബില്ല് വന്നു, ബില്ല് 10,000 രൂപയുടെ ബില്ലാണെങ്കിൽ ആ ബില്ലിൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻഷുറൻസ് കൊടുക്കാതെ പോകും, കിട്ടാതെ പോകും. അപ്പോൾ ആ കാര്യങ്ങൾ ചിലപ്പം പേഷ്യൻ്റ് കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇതിനാണ് കോ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനീസ് 100% ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധ്യതയില്ല. ചില കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ പേഷ്യൻ്റ് യൂസ് ചെയ്താൽ പേഷ്യൻ്റ് കയ്യിൽ നിന്ന് പൈസ കിട്ടും. അപ്പം കുറച്ച് പൈസ ഇൻഷുറൻസ് കമ്പനി തരും, കുറച്ച് പൈസ പേഷ്യൻ്റ് തരും. അപ്പം പേഷ്യൻ്റ് അങ്ങനെ വരുമ്പം
പേഷ്യൻറ്റിന് ഒരു മടിയാണ് ഇൻഷുറൻസ് യൂസ് ചെയ്യാൻ വേണ്ടി, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. കാരണം അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ പേഷ്യൻറ്റ് പോകുള്ളൂ. ഫുൾ കവറേജ് കിട്ടുന്ന ഉറപ്പുള്ളപ്പോൾ പേഷ്യൻറ്റ് പോകുള്ളൂ. കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പേഷ്യൻറ്റ് അത് ഒഴിവാക്കും. അപ്പം അൺനെസറി ഹെൽത്ത് കെയർ യൂസിന് കുറയ്ക്കാൻ വേണ്ടിയാണ് പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ചെയ്യാണ്. അഡ്വേഴ്സ് സെലക്ഷൻ ഓഫ് പേഴ്സണൽ. അഡ്വേഴ്സ് സെലക്ഷൻ എന്താണ്? ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പ്രീമിയം മാർക്കറ്റ് ചെയ്യുമ്പം അവർക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കാം. അപ്പം ചെറുപ്പക്കാരും കാണും, പ്രായമുള്ള ആൾക്കാരും കാണും, അസുഖമില്ലാത്തവരും അസുഖമുള്ള ആൾക്കാരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹെൽത്തി ആൾക്കാർ കൊടുക്കണമെന്നാണ്. ചെറുപ്പക്കാർ അസുഖമില്ലാത്ത ആൾക്കാർ കൊടുക്കുമ്പോൾ പ്രീമിയം കുറവായിരിക്കും. കാരണം ഹെൽത്തി ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യത്തില്ല, കാരണം അവർ അസുഖം വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭമാണ്. അതേസമയത്ത് വയസ്സായ ആൾക്കാരോ അസുഖമുള്ള ആൾക്കാരോ നേരത്തെ അസുഖമുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ചെറുപ്പക്കാരും അസുഖമില്ലാത്ത ആൾക്കാർക്ക് വഴി ലാഭവും, പ്രായമുള്ള ആൾക്കാരും അസുഖമുള്ള ആൾക്കാരും നഷ്ടമാണ്. അപ്പം ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാത്രം എടുത്താൽ, ഉദാഹരണത്തിന് സീനിയേഴ്സിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ മാത്രം കവർ ചെയ്ത് അതിന് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് ആണ് സീനിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ സെലക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണ്. അപ്പം സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും കവർ ചെയ്ത് വേണം സെലക്ട്, എല്ലാ ടൈപ്പിലെ ആൾക്കാരെ കവർ ചെയ്താൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ബാലൻസ് ഇല്ലാത്ത സെലക്ഷനാണ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് ബൈ മോർ ഇൻഷുറൻസ്. അപ്പോൾ അസുഖം കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് വാങ്ങാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് അതാണ് അഡ്വേഴ്സ് സെലക്ഷൻ. അപ്പോൾ ആൻസർ എന്താണ്? എ. ഇൻഷുറൻസ് ഡെത്ത് സ്പൈറൽ occurs when health insurance drop out of insurance pool, hospital close, ഡോക്ടേഴ്സ് റിട്ടയർ, ട്രക്ക് ട്രാൻസ്ഫർ. ഇപ്പോൾ ഇൻഷുറൻസ് ഡെത്ത് സ്പൈറൽ വെച്ചാൽ ഇൻഷുറൻസ് തീർന്നു പോകുന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് നഷ്ടത്തിലേക്ക് പോകുന്നു. കാരണം എന്താണ്? ചെറുപ്പക്കാരൊന്നും ഇൻഷുറൻസ് എടുക്കുന്നില്ല, എല്ലാം സീനിയർ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്നു. നല്ല അസുഖമുള്ള ആൾക്കാർ, നേരത്തെ അസുഖമുള്ള ആൾക്കാർ, പ്രീ എക്സിസ്റ്റിംഗ് ഇൽനസ് ഉള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുത്താൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണ്. കാരണം എന്തായാലും ഇവർക്ക് അസുഖം വരും, അവർ ഹോസ്പിറ്റലിൽ പോകും, നല്ലൊരു ബില്ലുണ്ടാവും, ഇൻഷുറൻസ് കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻഷുറൻസും പതുക്കെ നശിച്ചു പോകും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകും. അതിനാണ് ഇൻഷുറൻസ് ഡെത്ത് സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഹെൽത്തി ആൾക്കാരും മറ്റെല്ലാ ആൾക്കാരും ഇൻഷുറൻസ് കവർ ചെയ്താൽ മാത്രമേ, ഹെൽത്തി ആൾക്കാരെ പ്രീമിയം വഴിയാണ് ഇൻഷുറൻസ് കമ്പനി സസ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ മാത്രമുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി നഷ്ടത്തിലേക്ക് പോകും. അപ്പം ഹെൽത്തി ആൾക്കാർ എടുക്കാതിരുന്നാൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടം വരും. അതിൻ്റെ ആൻസർ എ ആണ്. ഇൻഷുറൻസ് കമ്പനീസ് പേ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ത്രൂ, എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്? ആക്ച്വലി രണ്ട് ഓപ്ഷൻ ഉണ്ട്, റീഇംബേഴ്സ്മെൻറ്റും ക്യാഷ്ലെസ്സും. റീഇംബേഴ്സ്മെൻറ്റ് മീൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ പേയ്മെൻറ്റ് കമ്പനി കൊടുക്കാം, കമ്പനി നമുക്ക് പൈസ തരുന്ന റീഇംബേഴ്സ്മെൻറ്റ്. ക്യാഷ്ലെസ് മീൻസ് നമ്മൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, ഹോസ്പിറ്റൽ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നി പേഷ്യൻ്റ് റീഇംബേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റീഇംബേഴ്സ് ചെയ്യും. രണ്ടും റീഇംബേഴ്സ്മെൻറ്റ് സിസ്റ്റംസ് ആണ്. ആൻസർ എ ആണ്. ഗവൺമെൻറ് ഇൻഷുറൻസ് പ്രോഗ്രാം മീൻസ്, എന്തിനാണ് ഗവൺമെൻറ് ഇൻഷുറൻസ് വെച്ചിരിക്കുന്നത്? ഗവൺമെൻറ് ഇൻഷുറൻസ് വെച്ചിരിക്കുന്നത് പേഷ്യൻറ്റ് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു കോൺഫിഡൻസ് വേണം. മിക്ക ആൾക്കാർ അസുഖം വന്നാൽ പൈസ ഇല്ലെങ്കിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇൻഷുറൻസ് എടുക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പേഷ്യൻസിന് എവിടെ വേണമെങ്കിലും, തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എവിടെ വേണമെങ്കിലും പോവാം. അപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ഗവൺമെൻറ് ഇൻഷുറൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഇൻക്രീസ്ഡ് ഹെൽത്ത് കെയർ ആക്സസ്. ഇൻഷുറൻസ് പ്രീമിയംസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ. പ്രീമിയം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പ്രീമിയം ചെറുപ്പക്കാർക്കും അസുഖമില്ലാത്ത ആൾക്കാർക്ക് പ്രീമിയം കുറവായിരിക്കും, പ്രായം കൂടുന്നവരും അസുഖം കൂടുന്നവരുള്ള ആൾക്കാർക്ക് പ്രീമിയം കൂടി വരും. അപ്പോൾ ഏജും റിസ്ക്കുമാണ് പ്രീമിയം തീരുമാനിക്കുന്നത്. ഓക്കെ, ആൻസർ ഇസ് എ. ക്വസ്റ്റ്യൻ 31. മാനേജ്ഡ് കെയർ പ്ലാൻ എയിംസ് ടു. മാനേജ് കെയർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനീസും ഇവരെ നെറ്റ്വർക്ക് സർവീസ് എല്ലാം ചേർന്നിട്ടാണ് പേഷ്യൻ്റെ കെയറിന് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഹോസ്പിറ്റലിൽ ഒരു ബില്ല് ജനറേറ്റ് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി സ്ക്രൂട്ടനൈസ് ചെയ്യും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ചെക്ക് ചെയ്യും. അപ്പം ഇവർ തമ്മിൽ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നമുക്ക് ഓവറായിട്ട് ബില്ലിങ് ചെയ്യാനോ അല്ലെങ്കിൽ ബില്ലിങ് നിഷേധിക്കാനൊന്നും പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കാനും പറ്റില്ല. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവരെല്ലാവരും ഒന്നിച്ച് ടീമായിട്ട് വർക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് മാനേജ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? കൺട്രോൾ ഹെൽത്ത് കെയർ കോസ്റ്റ്. പ്രൊവൈഡർ നെറ്റ്വർക്ക് ഫസ്റ്റ്. പ്രൊവൈഡർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിനെയാണ് പ്രൊവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടേഴ്സോ ഹോസ്പിറ്റൽസോ ഇൻഷുറൻസ് കമ്പനിയുടെ കണക്റ്റഡ് ആയിരിക്കും.
അവരായിരിക്കും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതിനാണ് എല്ലാ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കുറേ കമ്പനീസിൻ്റെ പേര് അവിടെ പുറത്ത് തന്നെ ലിസ്റ്റഡ് ആയിരിക്കും. അവരാണ് അവരുടെ പ്രൊവൈഡർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ്. ഓക്കെ, സോ ആൻസർ ഈസ് എ. Question 33. Insurance utilization depends on ഇൻഷുറൻസിൻ്റെ യൂട്ടിലൈസേഷൻ ഇപ്പോൾ വരുന്ന ഒരു അസുഖം വരുമ്പോൾ, അപ്പോൾ ഒരു അസുഖം വരുന്ന ഒരു സമുദായത്തിൽ അസുഖത്തിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സമുദായം ഇൻഷുറൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരുപാട് അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ യൂട്ടിലൈസേഷൻ വരും, അസുഖം കുറവുള്ള ആൾക്കാരാണെങ്കിൽ യൂട്ടിലൈസേഷൻ കുറയും. അപ്പോൾ ആ സമുദായത്തിൽ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ്റെ ഹെൽത്തിൻ്റെ രീതി അല്ലെങ്കിൽ ഹെൽത്ത് പാറ്റേൺ ആണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് എ. ടെക്നോളജി ഹെൽപ്സ് ഇൻഷുറൻസ് ബൈ. ടെക്നോളജി കൊണ്ട് എന്താണ് ഗുണം? ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടണം, അവിടെ നിന്ന് അവർക്ക് ബില്ല് അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. പേഷ്യൻ്റ് വെയിറ്റിംഗ് ഉണ്ടാവില്ല. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് ഡാറ്റ എടുക്കാം, ഡാറ്റ അനലൈസ് ചെയ്യാം, റിസ്ക് എന്താണെന്ന് അനലൈസ് ചെയ്യാം, കമ്പനി അപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇതെല്ലാം പെട്ടെന്ന് പേഷ്യൻ്റെ ഡീറ്റെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനും അപ്രൂവലിനൊക്കെ എളുപ്പമാകും ടെക്നോളജി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അനലൈസ് ചെയ്യുക, ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പ്രോസസ്സ് പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ എ. ഓക്കെ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻഷുറൻസ് ടുഗദർ ഫോം. അപ്പോൾ ഇൻഷുറൻസ് മാർക്കറ്റിൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഇൻഷുറൻസ് ഉണ്ട്. ഗവൺമെൻറ് ഇൻഷുറൻസ് എന്ന് പറയാം, ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, അതായത് പ്രൈവറ്റ് ആകുമ്പം സ്റ്റാർ ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ മെഡിയസിസ്റ്റ് ഉണ്ട്, എല്ലാ കമ്പനീസിനും ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇൻഷുറൻസ് മാർക്കറ്റ് കവർ ചെയ്യുന്നത്. പേഷ്യൻറ്റിന് ഏത് വേണമെങ്കിലും ഇൻഷുറൻസ് എടുക്കാം. ഓക്കെ, ആൻസർ ഈസ് എ. ഡിമാൻഡ് ഇൻ എക്കണോമിക്സ് റിഫേഴ്സ് ടു. എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വില്ലിംഗ്നെസ് ടു പേ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ, പെർ മന്ത്. നാച്ചുറലി ആൻസർ എ ആണ്, വില്ലിംഗ്നെസ് ടു പേ ഫോർ. അപ്പം നാച്ചുറലി പൈസ കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസും പൈസ കൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നാച്ചുറലി ആ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും, സാധനങ്ങളുടെ കച്ചവടം നടക്കും. ഓക്കെ, കസ്റ്റമറിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നാച്ചുറലി അതിൻ്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, ആൻസർ ഈസ് എ. ക്വസ്റ്റ്യൻ 37. ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ ഇൻക്രീസ്. എപ്പോഴാണ് ആരോഗ്യത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നത്? ആരോഗ്യ കെയർ, ഹെൽത്ത് കെയറിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. പ്രൈസ് ഡിക്രീസസ്, പ്രൈസ് ഇൻക്രീസസ്, ഹോസ്പിറ്റൽ കോസ്റ്റ്. അപ്പോൾ ആൻസർ പ്രൈസ് ഡിക്രീസ്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ക്യാമ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ച് ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിൻ്റെ വരവോടെ കൂടും. കാരണം പേഷ്യൻസ് ആവശ്യമുണ്ട്, പക്ഷേ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാത്തത്. അപ്പോൾ കോസ്റ്റ് കുറയുമ്പോൾ നാച്ചുറലി ആ ഏരിയയിലേക്ക് പേഷ്യൻസിൻ്റെ വരവ് കൂടും. റൈറ്റ്, കോസ്റ്റ് കൂടുതലാണെങ്കിൽ പ്രീമിയം പേഷ്യൻസ് മാത്രമേ അവിടെ പോകുള്ളൂ. അപ്പോൾ അവരുടെ ഡിമാൻഡ്, അവിടുത്തെ പേഷ്യൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും, മറ്റൊരു ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓക്കെ, സോ ആൻസർ ഈസ് എ. പ്രൈസ് ഡിക്രീസസ്. ഇൻകം ഇൻഫ്ലുവൻസസ് ഹെൽത്ത് കെയർ ഡിമാൻഡ് ബിക്കോസ് നാച്ചുറലി ഇൻകത്തിനനുസരിച്ചാണല്ലോ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്നത്, പ്രീമിയം പേ ചെയ്യുന്നത്, ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നില്ല. അപ്പം ഇൻകം കൂടുതലുണ്ടെങ്കിൽ അത് ബെറ്റർ സർവീസസ് യൂട്ടിലൈസ് ചെയ്യും, ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് പോകും, പ്രീമിയം സർവീസസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡീലക്സ് റൂംസ് യൂസ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻകം. ആൻസർ ഈസ് എ. ഗവൺമെൻറ് സബ്സിഡീസ് എഫക്ട് ഡിമാൻഡ് ബൈ. ഗവൺമെൻറ് സബ്സിഡി കൊടുത്താൽ എന്താ പറ്റുന്ന ഡിമാൻഡ്? അപ്പം നാച്ചുറലി സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന് ചിലവ് കുറഞ്ഞിരിക്കും. പേഷ്യൻസ് ചിലവ് കുറഞ്ഞിരിക്കുമ്പോൾ പേഷ്യൻസ് ആ ഡിമാൻഡ് കൂടിയിട്ട് പേഷ്യൻ്റ് അങ്ങോട്ട് പോകും. ഓക്കെ, സോ ആൻസർ ഈസ് എ. ഹെൽത്ത് കെയർ ഡിമാൻഡ് ഇസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, റാൻഡം, സീറോ. ആൻസർ എ ആണ്. ഇൻഇലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഇതിനകത്ത് നമുക്ക് ബാർഗെയിനിങ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് കൺട്രോളൊന്നുമില്ല. ഇപ്പോൾ പേഷ്യൻ്റ് പോയി കഴിഞ്ഞാൽ ഈ അസുഖമാണെങ്കിൽ അതിന് റീട്രീറ്റ്മെൻ്റ് ആണ്, അത് വേറെ ബാർഗെയിനിങ്ങോ അഡ്ജസ്റ്റിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ രീതിയിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്തേ മതിയാവുള്ളൂ, അതിന് വേണ്ടുന്ന പേയ്മെൻറ്റോ കാര്യങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റോ ഇലാസ്റ്റിസിറ്റിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ ഡിമാൻഡ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഹെൽത്ത് കെയർ ഇസ് കൺസിഡർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കോസ് ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ സൊസൈറ്റിക്ക് ഒരു ഗുണം ചെയ്യും, അവർ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യും, അവർ അൾട്ടിമേറ്റ്ലി അവരുടെ ബെറ്റർമെൻറ്റ് വേണ്ടിയും സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റും രാജ്യത്തിൻ്റെ ബെറ്റർമെൻറ്റും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അവരായിരിക്കും GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പം ആ മനുഷ്യൻ്റെതും അയാളുടെ ഫാമിലി, സൊസൈറ്റിയും
രാജ്യത്തിൻ്റെയും ബെനിഫിറ്റിന് വേണ്ടി, ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോഴും ആൾക്കാർ ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഹെൽത്ത് കെയർ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ആൻസർ. ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ അറൈസസ് ഫ്രം ഡിസൈർ ഫോർ ഗുഡ് ഹെൽത്ത്, ഹോസ്പിറ്റൽ ഫോർ ഗുഡ് ഹെൽത്ത്. നാച്ചുറലി ആൻസർ ചെയ്യുകയാണ്. നമുക്ക് നല്ല ആരോഗ്യം വേണം, താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്ത് പോയിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യും. ആൻസർ ചെയ്യുകയാണ്. ഹെൽത്ത് കെയർ സർവീസസ് ആർ യുണീക്ക് ബിക്കോസ് ഹെൽത്ത് കെയർ സർവീസസ് മറ്റേ സർവീസിനെക്കാട്ടി വ്യത്യാസമാണ്. കാരണം എന്താണ്? ഈച്ച് പേഷ്യൻ്റ് ഈസ് ബയോളജിക്കലി ഡിഫറെൻറ്റ്, പ്രോഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ, സർവീസസ് സ്റ്റാൻഡേർഡൈസ് ബൈ സിസ്റ്റം. ഇതിൻ്റെ ആൻസർ ചെയ്യുകയാണ്. കാരണം ഓരോ ആളിനും അവരുടേതായ വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ ട്രീറ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു സർവീസ് എടുക്കുന്ന പോലെ, ഒരു സാധനം വാങ്ങുന്ന പോലെയല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ വാങ്ങുന്നത്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. കാരണം ഒരേ പേഷ്യൻ്റ്, രണ്ട് ഒരേ മനുഷ്യരാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ അസുഖമാണെങ്കിൽ പോലും അവരുടെ ബില്ലിലും അവരുടെ ട്രീറ്റ്മെൻറ്റിലും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ഹെൽത്ത് കെയർ സർവീസിൻ്റെ പ്രത്യേകത അതാണ്. അത് യുണീക്കാണ് ബിക്കോസ് പേഷ്യൻസ് ബയോളജിക്കലി ഡിഫറെൻ്റ് ആണ്. ആൻസർ ചെയ്യാം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ട്രീറ്റ് പേഷ്യൻസ് റിഗാർഡ്ലെസ് ഓഫ് എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻ്റെ പൈസയോ ബില്ലിങ്ങോ ഇൻഷുറൻസോ ബാക്കി കാര്യങ്ങൾ നോക്കാൻ പാടില്ല. നമ്മൾ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ മതി. അവിടെ ലൈഫ് സേവിങ് ആണ്. ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പം പേഷ്യൻ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെന്നൊന്നും നോക്കില്ല. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാം. ആൻസർ ചെയ്യുകയാണ്. റിഗാർഡ്ലെസ് ഓഫ് എബിലിറ്റി ടു. ഇൻഫർമേഷൻ ഓവർലോഡ് മേ കോസ് പുവർ ഹെൽത്ത് കണ്ടീഷൻ. ഇന്നത്തെ കാലത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് നെറ്റിൽ നിന്നും വാട്സാപ്പിൽ നിന്നും ചാറ്റ് GPT നിന്നും ഗൂഗിളിൽ നിന്നും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പേഷ്യൻ്റ് ഇതെല്ലാം പഠിച്ചിട്ട് പോയിട്ട് ഒരുപാട് ഇൻഫർമേഷൻ കൊണ്ട് പോകുമ്പോൾ പേഷ്യൻ്റ് കൺഫ്യൂസ് ആവുകയാണ്. ഈ ഒരു കൺഫ്യൂഷൻ കൂടുമ്പോൾ പേഷ്യൻ്റ് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പേഷ്യൻ്റ് കിട്ടാൻ പോകുന്നത്. ഡീപ്പായിട്ട് ഒരു കാര്യത്തിന് പറയണമെങ്കിൽ ഒരുപാട് നോളജും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ പോയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. പക്ഷേ ഇത് പേഷ്യൻ്റ് വായിച്ചും കേട്ടിട്ടും പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും കേട്ടിട്ട് പോയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫർമേഷൻ കൂടിയാലും കുഴപ്പമാണ്, ഇൻഫർമേഷൻ കുറഞ്ഞാലും കുഴപ്പമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ആണ് പുവർ ഹെൽത്ത് കെയർ ഡിസീസ്. കൺസ്യൂമേഴ്സ് മേക്ക് ഇറാഷണൽ ഹെൽത്ത് കെയർ ചോയ്സസ് ഡ്യൂ ടു ഈ പേഷ്യൻസ് അവർക്ക് തീരുമാനം എടുക്കാനായിട്ട് ചിലപ്പം പറ്റത്തില്ല, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുക. കാരണം എന്താണ്? മെഡിക്കൽ ഇൻഫർമേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതും അതിൻ്റെ നോളജ് പ്രൊഫഷണൽസ് മാത്രമേ ഉള്ളൂ. പേഷ്യൻസിന് കുറച്ച് നോളജ് ഉള്ളൂ. അത് വെച്ചിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് അവർ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെയാണ് അവർ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ ചെയ്യാണ് കോംപ്ലക്സ് മെഡിക്കൽ ഇൻഫർമേഷൻ. Question 47. Too many insurance options may confuse consumers. Simplified decision, reduced demand. ഇപ്പോൾ ഇത് ഒരുപാട് ഇൻഷുറൻസ് ഓപ്ഷൻ കൊടുത്താലും പേഷ്യൻ്റ് കൺഫ്യൂസ് ആവും. കാരണം അവർക്ക് അറിയത്തില്ല അവരുടെ പ്രായത്തിനനുസരിച്ചും ആരോഗ്യത്തിനനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഏത് എടുക്കണമെന്ന് അവർക്ക് അറിയാതെ വരും. അപ്പോൾ ചിലപ്പം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് അത് എലിജിബിൾ അല്ല എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്ന പേഷ്യൻസ് കൺഫ്യൂസ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് ക്ലിയർ കട്ട് സിമ്പിളായിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ആൻസർ എ ആണ്. പ്രിവെൻറ്റബിൾ ഡിസീസ് ഇൻക്രീസ് ഹെൽത്ത് കെയർ ഡിമാൻഡ്, ഹോസ്പിറ്റൽ ക്ലോഷർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ. പ്രിവെൻറ്റബിൾ ഡിസീസ് വെച്ചാൽ ഒരു അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ അസുഖം വരാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പല അസുഖങ്ങളും നമുക്ക് വരാതെ നോക്കാൻ പറ്റും. അതിനാണ് പ്രിവെൻറ്റീവ് ഡിസീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹാർട്ട് അറ്റാക്ക് നമുക്ക് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യും. കാരണം അതിന് നമ്മൾ ആദ്യമേ ചില കാര്യങ്ങൾ ചെയ്താൽ ഭാവിയിൽ അസുഖം വരാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാം. അപ്പോൾ നമുക്ക് പോളിയോ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻസ് ഉണ്ട്. അതെല്ലാം ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഭാവിയിൽ ഈ അസുഖങ്ങൾ വരത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഇത് വരാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് കെയർ ഡിമാൻഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനും ഇതൊക്കെ എടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പ്രിവെൻറ്റീവ് ഡിസീസസ് ഉണ്ടെങ്കിൽ, അസുഖം വരാതെ സൂക്ഷിക്കാനുള്ള സംരംഭങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തിരക്കി പേഷ്യൻസ് പോകും. ഹെൽത്ത് കെയർ ഡിമാൻഡ്. ആൻസർ എ ആണ് കേട്ടോ.
ക്രോണിക് ഡിസീസസ് മീൻസ് ക്രോണിക് ഡിസീസ് വെച്ചാൽ എന്താണ് കുറേ കാലം നീണ്ടു കിടക്കുന്ന ഡിസീസസ്, ഒരുപാട് സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖത്തിന് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഒരുപാട് നാൾ മരുന്ന് കഴിക്കണം, ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോകണം, വീണ്ടും ഡോക്ടർമാരെ കാണണം, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് അതുണ്ടെങ്കിൽ എന്ത് പറ്റും, ഹെൽത്ത് കെയറിൻ്റെ യൂട്ടിലൈസേഷൻ കൂടും. അതിൻ്റെ ആൻസർ എ ആണ്. ഏജിങ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാർ കൂടുമ്പോൾ എന്ത് പറ്റും, increases healthcare demand, reduces healthcare demand, eliminate hospital. ആൻസർ ആക്ച്വലി ഹെൽത്ത് കെയർ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. കാരണം പ്രായമുള്ള ആൾക്കാർ കൂടുമ്പോൾ ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിൽ സ്ഥിരം പൊയ്ക്കൊണ്ടേയിരിക്കും, ഡിമാൻഡ് കൂടി വരും. കറക്റ്റ് ആൻസർ എ ആണ്. ഇനി ഞാനൊരു 10 ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഈ ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.